ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാൽ നിങ്ങളെ വിളിക്കുക. മച്ചാന്മാരെ, ഇതാണ് ഒരു ടെക്നീഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് കൊല്ലത്തൊരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാനായിട്ട് പോയതാണ്. അതൊക്കെ കഴിഞ്ഞു. എന്തായാലും മറ്റൊരു സാഹചര്യം നിങ്ങളെ കാണിക്കാനായിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ളത് 2 കേബിളുകൾ വന്ന് കയറിയിട്ടുള്ളത് സിംഗിൾ പോൾ MCBകളിലാണ്. കണ്ടോ, ഈ 2 MCBകളിലേക്കാണ് ഫേസ് ന്യൂട്രൽ വന്നിട്ടുള്ളത്. ആ ഫേസ് വയർ നേരെ ലൂപ്പ് ചെയ്ത് അടിവശത്തേക്കൊക്കെ പോയിട്ടുണ്ട്. ന്യൂട്രൽ വയർ നേരെ മേൽവശത്ത് നിന്ന് അടുത്ത MCBയുടെ മേൽവശത്ത് നിന്ന് നേരെ ന്യൂട്രൽ ലിങ്കിലേക്ക് ഇത്തരത്തിലൊന്നും കണക്ട് ചെയ്തു. ഇതൊരു ട്രിപ്പിംഗ് ഇഷ്യൂവിൻ്റെ കാരണമൊന്നുമല്ല, പക്ഷേ നമ്മൾ അത്തരത്തിലൊരു സാഹചര്യം കണ്ടപ്പോൾ കാണിച്ചതാണ്. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. ആ MCBകൾ മാറ്റി നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ 2 പോളിൻ്റെ ഐസൊലേറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ളതാണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു നമുക്ക് ട്രിപ്പിംഗ് ഇഷ്യൂ. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു ഏത് സ്വിച്ച് ഇട്ടാലും നമ്മുടെ TV ഓഫായി പോകും. അപ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല, HDMI കേബിളിൻ്റെ ഫാൾട്ട് കൊണ്ടാണ്. HDMI കേബിളിൻ്റെ ഫാൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെ സ്വിച്ച് ഇടുമ്പോൾ TV ഓഫായി പോകും. അപ്പോൾ ഇത് മാറ്റാനായിട്ട് എന്താ ചെയ്യുക, നമ്മുടെ HDMI കേബിൾ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിയാലൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. നിലവിൽ പൊതുവേ എല്ലാവരും മിക്കവർക്കൊക്കെ വരുന്ന ഒരു പ്രശ്നമാണിത്. ഏതെങ്കിലും ഫാൻ്റെയോ ലൈറ്റിൻ്റെയോ ഒക്കെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ TV ഓഫായി പോകാം. അപ്പോൾ എന്തായാലും ആ പ്രശ്നവും പരിഹരിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സെറ്റപ്പ് ബോക്സിൽ നിന്ന് നമ്മൾ HDMI കേബിളാണ് കണക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ ആ കേബിൾ മാറ്റി പുതിയ കേബിൾ ഇടുക. ഇനി AV കോഡാണ് കണക്ട് ചെയ്തിട്ടുള്ളെങ്കിലും ഈ സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ വയറിങ്ങിലെ ഫാൾട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് ഒരു ടെക്നീഷ്യനെ വിളിച്ച് തീർച്ചയായിട്ടും പരിഹരിക്കാനുള്ള രീതിയിൽ ചെയ്യുക. ഓക്കെ, എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ പലതും ചോദിക്കാറുണ്ട്. അതുകൊണ്ടതാ ലാസ്റ്റ് നമ്മുടെ നമ്പർ കിടപ്പുണ്ട്. ഓക്കെ.